ട്രിപ്പിളും ശാന്തി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് സാധാരണഗതിയിൽ 4-5 പേരെ കാണാറുള്ളൂ. അതിങ്ങനെ 10-50ന്റെ മേലേക്ക് ആളുകൾ വ്യൂവേഴ്സ് വന്നു. എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഞാനത് ഷെയർ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ കണ്ടവർ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ നിലവിൽ സബ്സ്ക്രൈബേഴ്സ് 1 മണിക്കൂർ ഇവനെന്താ പറയാനുള്ളതെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ കണ്ടതാണോ എന്താന്ന് എനിക്കറിയില്ല. എന്താവട്ടെ. അപ്പോൾ സംസാരിക്കാനാണെങ്കിൽ നിരവധി അനുഭവങ്ങൾ ആർക്കേ ഉണ്ടാവുള്ളൂ. ജീവിതം മുന്നോട്ട് പോകുന്നവർ. എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റുന്നുണ്ട്. BKSൽ ഉള്ള ആളുകൾക്ക് ഒരുപാട് തെറ്റുകൾ പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ തെറ്റുകൾ ക്ലിയറാക്കി മുന്നോട്ട് പോകണമെങ്കിൽ എനിക്കെന്ത് വേണം? ശരികൾ കാണണം. ഞാൻ ശരികൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് മനസ്സിലാവണം. അതായത് ഒന്നുകിൽ റിയൽ ആയിട്ടുള്ള ശരി കാണണം. അപ്പോൾ ഉദാഹരണമൂർത്തി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ബ്രഹ്മാവും അമ്മയാണ്. അപ്പൊ അവരുടെ ശരികൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്നിട്ടും ക്വസ്റ്റ്യൻസ് ആണ്. മമ്മയ്ക്ക് ക്യാൻസർ വന്നില്ലേ? ബ്രഹ്മാവിന് ഹാർട്ട് അറ്റാക്ക് വന്നില്ലേ? ഇത് നോർമലി ശരീരത്തിന് വന്ന സംഭവമാട്ടോ. അന്ന് അവര് സമ്പൂർണ്ണമായി. അവര് വിഷ്ണുവായി. രണ്ടുപേരും കൂടെ ചേർന്ന് വിഷ്ണുവായി. അപ്പൊ അവരെന്താ ചെയ്തത്? ബ്രഹ്മാവിന്റെ സമ്പത്ത് മുഴുവൻ ശിവബാബയ്ക്ക് അടിയറവ് വെച്ച് ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം, പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കൊണ്ടുപോയി ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ആ മൂന്നാമത്തെ സ്ഥലത്ത് വെച്ചിട്ട് ബ്രഹ്മാവ് ശരീരം വിട്ടുപോയി. അപ്പൊ ബാബ ഡ്രാമയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളുമായിട്ട് അനുസരണാമൂർത്തിയായിട്ട് മുന്നോട്ട് പോയി. ഇതാണ് ബ്രഹ്മാവിന്റെ പാർട്ട്. ബ്രഹ്മാവിന്റെ അടുത്ത് വേണ്ട സ്വത്ത് ഉണ്ടായിരുന്നു, വേണ്ട റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ബ്രഹ്മാവിന് ആ ഹൈദരാബാദ് തന്നെ നിന്നാൽ മതിയായിരുന്നു. അതല്ലെങ്കിൽ കറാച്ചി തന്നെ നിന്നാൽ മതിയായിരുന്നു. ഇതും അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ നല്ല സ്ഥലത്തേക്ക് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വേണമെങ്കിൽ പോവാലോ. ബ്രഹ്മാവ് ചെയ്തെന്താന്ന് വെച്ചാല് ബ്രഹ്മാവ് എല്ലാം കൂടെ കുട്ടികളെ ഏൽപ്പിച്ചു. ഈ കുട്ടികളുടെ കാര്യങ്ങളും കൂടെ, അതായത് ബ്രഹ്മാവിനെ അറിയോ ശരിക്കും? ബ്രഹ്മാവ് കൃഷ്ണനാണെന്ന് മാത്രമേ ബ്രഹ്മാവിന് അറിയുള്ളൂ. ബ്രഹ്മാവ് യോഗം ചെയ്യും. ഞാൻ ആത്മാവാണ്, യശോദമ്മ ദജ്ജ ആത്മാവാണ്, കുട്ടികൾ ആത്മാവാണ്. ഇതിങ്ങനെ നിരന്തരം പഠിച്ച് ആ പ്രായമാണ് നോക്കണ്ട. ആ പ്രായത്തിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്നു ഒരു 10-15 വയസ്സുള്ള ഒരു കുട്ടി ചെയ്യണതും, ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി 10-15 വയസ്സിൽ ആ സമയത്ത് പഠിക്കണതും എനിക്കിത് കിട്ടുമ്പോൾ 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്തുള്ള പഠിപ്പും ഇനി ഇതേ സാധനം, അതായത് ഇതേ മൂല്യം കിട്ടുമ്പോൾ ഒരു 30-35 വയസ്സ്, ഇപ്പൊ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഈ ജ്ഞാനം കിട്ടുമ്പോഴും ഈ കുടുംബത്തിന്റെ എല്ലാ നൂലാമാലകളും കഴിഞ്ഞിട്ട് വാനപ്രസ്ഥാവസ്ഥയിൽ തന്നെ മക്കള്, പേരക്കുട്ടികള്, കാര്യങ്ങളൊക്കെ കൂടെ ഉള്ള ആ ഒരു അവസ്ഥയിലുള്ള ഒരു വ്യക്തിക്ക് ഈ ജ്ഞാനം കിട്ടുമ്പോഴും ഈ 3 കാറ്റഗറിയിലുള്ളവര്, 3 കാറ്റഗറി പറഞ്ഞാൽ നമ്മുടെ ശാരീരികമായിട്ട് ബാല്യം, ശാരീരികമായിട്ട് യൗവനത്തിലുള്ള ഒരു വ്യക്തി, ശാരീരികമായിട്ട് ബാല്യത്തിലുള്ള ഒരു വ്യക്തി, ശാരീരികമായിട്ട് വാർദ്ധക്യത്തിലുള്ള വ്യക്തി, ഈ 3 കൂട്ടരും ഈ ആത്മീയത പഠിക്കുമ്പോൾ അവരുടെ അവസ്ഥ വളരെ വ്യത്യാസം തരും. ആദ്യത്തെ കൂട്ടര് വളർന്ന് ബാക്കിയുള്ള സ്റ്റേജിലേക്ക് എത്തണം. ഈ അവസാനത്തെ കൂട്ടർ തന്നെ പിന്നെ വളർന്നിട്ട് ആദ്യത്തെ സ്റ്റേജിലേക്ക് എത്താൻ പോകും. അത് കുട്ടിയാവണം. അതിപ്പോ ഏതൊരാൾക്കും അറിയാലോ. ബാല്യത്തിന്ന് യൗവനം, യൗവനത്തിന്ന് വാർദ്ധക്യത്തിന്ന് പിന്നെ ഈ വാർദ്ധക്യാവസ്ഥയിൽ പിന്നെ വീണ്ടും കുട്ടിയുടെ അതായത് വീണ്ടും ജനിക്കാനുള്ള ആ ഒരു ആ ആത്മാവ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലേ കാണാൻ പറ്റും. അവസാനം എന്താ? കിടക്കാണ്.
അവസാനം ഏതൊരു വ്യക്തിയാണെങ്കിലും കിടക്കണം. ഇനി സന്യാസി ആയാലും ശരി, അപ്പൊ സാധാരണ ഒരു വ്യക്തിയാണെങ്കിലും ശരി, അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ കിടപ്പാണ്. സന്യാസി നല്ല കടും സന്യാസി തന്നെ പലരും ഇരുന്ന് യോഗം ചെയ്ത് സമാധിയാവുന്നവരുണ്ട്. കടും യോഗം ചെയ്ത് സമാധിയാവുന്നവരുണ്ട്. അങ്ങനെ സമാധി, ജലസമാധി, അഗ്നി സമാധി, ഏതൊക്കെ സമാധികളുണ്ട്, അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. യൗവനത്തില്, ബാല്യത്തില് സമാധിയായ കുട്ടികൾ ഇതുണ്ടല്ലോ. യൗവനത്തില് സമാധിയായ ഒരു മഹാപുരുഷനല്ലേ നമ്മുടെ പ്രിയപ്പെട്ട വിവേകാനന്ദൻ. ചെറുപ്പത്തിൽ എൻ്റെ ആസ്ട്രൽ ബോഡി വലുതായി കഴിഞ്ഞു, എനിക്ക് ഇനി ശരീരത്തിൽ ഇരിക്കാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് വിവേകാനന്ദൻ ശിഷ്യനോട് പറഞ്ഞിട്ട് തന്നെയാണ് ശരീരം വിട്ടിട്ടുള്ളത്. പക്ഷെ പ്രൂഫ് ചെയ്യുമ്പോൾ എന്തോ അസുഖമുണ്ട്, ബോഡിക്ക് എന്തോ അസുഖമുണ്ട്, സംഭവം ശരിയാണ്. പക്ഷെ ആളുടെ ആസ്ട്രൽ ബോഡി, ആത്മീയമായ ഊർജം, എനർജി, അത് വളർന്നു കഴിഞ്ഞു. അത് പിന്നെ ആ ശരീരത്തിൽ ഉൾക്കൊള്ളൂല. ആ ശരീരത്തിന്റെ മാക്സിമത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം ആൾക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്ന പല പല സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു ഗുരുവിന്റെ അടുത്ത് പോയി അവിടുന്ന് ഈ കാര്യങ്ങളൊക്കെ കിട്ടി. ഇത് വെച്ച് ഒരു വലിയൊരു യുദ്ധം തന്നെ നടത്തി. ആത്മീയതയിൽ രാജയോഗം പഠിപ്പിക്കാൻ ഞാൻ ചെയ്തു തരാം, എനിക്ക് കുറച്ച് കുട്ടികൾ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു അത് വെച്ചിട്ട് ചെറുപ്പത്തിൽ ശരീരം വിട്ടുള്ള വ്യക്തിയാണ്, അതായത് സമാധിയായിട്ടുള്ള വ്യക്തിയാണ് വിവേകാനന്ദ സ്വാമികൾ. പിന്നെ പ്രായമായിട്ട് ചെയ്തവർ ഒരുപാടുണ്ട്. എല്ലാം ഒന്നും പുറത്തേക്ക് വരാത്തതുണ്ട്, ചിലതൊക്കെ ഇപ്പോഴും മുഖ്യമായി കിടക്കുന്നുണ്ട്. ആസ്ട്രൽ ബോഡി വലുതായി കഴിഞ്ഞാൽ, അതായത് സൂക്ഷ്മ ശരീരം വലുതായി കഴിഞ്ഞാൽ പിന്നെ ആ ശരീരത്തിൽ ഉൾക്കൊള്ളുക. ആ ശരീരത്തിന് അതായത് ശരീരത്തിൽ ഉൾക്കൊള്ളില്ല പറഞ്ഞാല് പിന്നെ ആ ശരീരത്തിൽ ഇരിക്കും തോറും ആ ആത്മാവിന് കുറെ എത്രയും പെട്ടെന്നായിരുന്നു ഇങ്ങനെ വേഗം വിട്ടു പോകാൻ തോന്നും. അതാണ് ഇവരൊക്കെ ചെയ്തിട്ടുള്ളത്, നമുക്ക് മുന്നുള്ള മറ്റ് ആളുകളൊക്കെ ചെയ്തിട്ടില്ല. അപ്പൊ ക്രിസ്തുവിന്റെ ആ ഒരു കാലഘട്ടത്തിൽ, ബുദ്ധന്റെ കാലഘട്ടത്തിൽ അവരൊക്കെ ചെയ്തിട്ടുള്ളത് ഇതേ സംഭവം തന്നെയാണ്. പക്ഷെ ക്രിസ്തുവിന് എന്ത് ചെയ്തു? കുരിശിലേറ്റി. ക്രൈസ്റ്റ്, യേശു ക്രിസ്തു, യേശു ഉണ്ട്, ക്രിസ്തു ഉണ്ട്, രണ്ടാത്മാവാണ്. അതിനെ പറ്റിയിട്ട് ബാബ തന്നിട്ടുള്ള ഹിന്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ക്രിസ്തുവിൽ യേശു പ്രവേശിക്കും. ഈ യേശു സദാസമയം അതിലിരിക്കുന്നുണ്ടോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ആ യേശുവിന്റെ ആ ഒരു പ്രഭാവമാണ് ക്രിസ്തു വർക്ക് ചെയ്യുന്നതാണ്. ഇനി യേശുവിൽ ക്രിസ്തു പ്രവേശിക്കണം, ക്രിസ്തുവിൽ യേശു പ്രവേശിക്കണം എനിക്കറിയില്ല. എന്തായാലും രണ്ട് സോളാണ് അവിടെ. ഒരു ബാബ പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനത്തെ കുറെ പരിപാടികൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. രണ്ട് സോളുകൾ ഇരിക്കുന്ന ഈ യോഗികള്. പക്ഷെ ഒരു സോളിൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വശമാണ്, നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ. ഒരു ഭാഗം സത്യയുഗത്തിലേക്കുള്ള ദേവത, ഒരു ഭാഗം കലിയുഗത്തിന്റെ അവസാനത്തിലേക്കുള്ള ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ നല്ല രസം. ഏറ്റവും രസം എന്താ വെച്ചാൽ ഈ ബ്രാഹ്മണനാവുമ്പോ നമ്മുടെ ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, മാല കോർക്കേണ്ട അവസ്ഥ, അത് ഭയങ്കര കളുപ്പാണ്. ബാബു പറയും ചില സമയത്ത് മാല കോർക്കാനേ പറ്റില്ല. എന്റെ അവസ്ഥയൊക്കെ പറയട്ടാ, എന്റെ അവസ്ഥ എങ്ങനെയാണ്, ബാക്കിയുള്ളവരൊക്കെ അവസ്ഥ, ഓരോരുത്തരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ചെറിയ ഒരു വാക്ക്, കർമ്മം, ഇതൊക്കെ മതി നമ്മളെ ഏറ്റവും ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകാൻ. അതേപോലെ ചെറിയൊരു വാക്ക്, ചെറിയൊരു കർമ്മം മതി ഏറ്റവും താഴേക്ക് കൊണ്ട്, ഏറ്റവും താഴേക്ക് നിന്ന് ഏറ്റവും താഴേക്ക്. അതാണ് ബാബ പറഞ്ഞത് ചില സമയത്ത് ബ്രാഹ്മണൻ ആകാശത്തോളം ഉയരും, ചില സമയത്ത് അത് ചെളിയിൽ കിടക്കുന്നുണ്ടാവും. കാരണം എന്താ? 63 ജന്മമാണ്, വേറൊന്നുമല്ല. 63 ജന്മം. ഈ 63 ജന്മം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ബാബയെ എനിക്ക് വളരെ സിമ്പിളായിരുന്നു ഈ കാര്യം ഞാൻ പറയും. പക്ഷെ ഈ 63 ജന്മം ഏറ്റവും പ്രാധാന്യപ്പെട്ടതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് നമ്മള് ദരിദ്രരായില്ലേ. ദരിദ്രം എന്ന് പറഞ്ഞാല് ഗുണങ്ങളുടെ ദാരിദ്ര്യമാണ് മെയിനായിട്ട്. ബാക്കി സാമ്പത്തിക ദാരിദ്ര്യം കാര്യങ്ങളൊക്കെ അത് വേറെ. അത് കലിയുഗി
പ്രഭാവത്തിലുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ദാരിദ്ര്യത്തിലാണെങ്കിലും ചിലരൊക്കെ ഇന്നും വളരെ സമ്പന്നമായ സ്ഥിതിയിൽ തന്നെയാണ്. കട്ടയ്ക്ക് നിൽക്കുന്നവരൊക്കെ അതിയോഗി സമ്പന്നതയുടെ ആത്മാക്കളുടെ ഇടയിൽ കട്ടയ്ക്ക് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഏറ്റവും പ്രാധാന്യം ഇതാണ്, ഗുണങ്ങളാൽ സമ്പന്നമായിരുന്നു. ഈ ആത്മ ഗുണങ്ങളാൽ സമ്പന്നമായിരുന്നെങ്കിൽ പ്രകൃതിയുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കാൽക്കീഴിൽ. പക്ഷെ ഈ പ്രകൃതിയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അഞ്ച് തത്വങ്ങളാൽ, ഈ 5 തത്വങ്ങളാൽ നമ്മൾ പ്രവർത്തിച്ച് കർമ്മം ചെയ്ത് 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കർമ്മം ചെയ്ത് നമ്മൾ നേടിയെടുത്ത കുറെ കാര്യങ്ങളുണ്ട്. അതിൽ കുടുങ്ങി കിടക്കണം. ഇപ്പോഴും അതിൽ കുടുങ്ങി കിടക്കില്ല നല്ലൊരു ശതമാനം. ഇപ്പൊ ഞാനാണെങ്കിലും ബ്രഹ്മകുമാരിസിലുള്ള ഓരോരുത്തരാണെങ്കിലും ടിവിക്ക് എല്ലാവരും ഓരോരുത്തരും കുടുങ്ങി കിടക്കണം. പല രീതിയിലാണെന്ന് മാത്രം, പല രീതിയിലാണ്. പക്ഷെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് തന്നെ ചില സമയത്ത് മനസ്സിലാക്കാൻ പറ്റില്ല, ഇത് മായയാണോ ബാധയാണോ ഞാനാണോ എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പറഞ്ഞാല് BKS പോയിട്ട് അവിടെ പോയിട്ട് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു സംശയമോ ചോദിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, പാലക്കാട് സോണിന്റെ കൂടെ കുറെ കാലം ഉണ്ടായിരുന്നു. പക്ഷെ അവരിപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലത് റിയൽ ആയിട്ട് എനിക്ക് മനസ്സിലാക്കിയിരുന്നു. സത്യത്തിലേക്ക് വേണ്ട സംഭവമല്ല അവർ ചെയ്യുന്നത്. വിഷമടിച്ച കൃഷി, പിന്നെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള പല പ്രോഗ്രാമുകൾ. കണ്ടോ, സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള പ്രോഗ്രാമുകൾ, 4 ആൾ കാണാൻ ഷോക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാമോ അത് മാത്രം. ഇതൊന്നും ബാബ പറഞ്ഞിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ നല്ല രീതിയിൽ കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് സാമ്പത്തികമൊക്കെ ചെലവാക്കിയിട്ട് എന്താ പറയാ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടണമെങ്കിൽ യൂട്യൂബിന് ഒരു 2000-3000 ഇട്ടെടുത്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൂടി. പിന്നെ ഇപ്പൊ വാട്സപ്പ് എനിക്ക് സ്പാം ആക്കി, ശരി ഓക്കെ, അടുത്ത വാട്സപ്പ് തുടങ്ങിയിട്ട് ഇത് വീണ്ടും ഷെയർ ചെയ്ത് എനിക്കിതൊരു വ്യൂവേഴ്സിനെ കൂട്ടാൻ അറിയേണ്ടതാണ്. ഞാനാ പണിക്കില്ലേ. എന്റെ കയ്യിലുള്ള സാധനം അവിടെ വിതരണം ചെയ്യാം. അത് എപ്പോഴാന്ന് വെച്ചാൽ ആരാന്ന് വെച്ചാൽ എടുത്തോട്ടെ, ഉപയോഗിച്ചോട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു കഥാകാരൻ അല്ലെങ്കിൽ ഒരു കവി അല്ലെങ്കിൽ ഒരു കവിയത്രി അല്ലെങ്കിൽ ഒരു കഥാകാരി, ഇവരെന്താന്ന് വെച്ചാല് കഥ എഴുതും. അവരുടെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് വന്നിട്ടുള്ള കാര്യങ്ങള്, ഇപ്പൊ ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ, കമലാ സുരയ്യ, അതുപോലെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ശരീരം വിട്ടു വീട്ടിലോ MT വാസുദേവൻ നായർ, അങ്ങനെ നിരവധി കഥാകാരന്മാരും അവരവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ച് പോകണം. അതേപോലെ ഞാൻ എൻ്റെ കാര്യം ചെയ്തു വെച്ച് പോവാ, ഇത്ര എനിക്ക് വേണ്ടിയുള്ളൂ. പക്ഷെ എനിക്ക് പരാജയങ്ങളുണ്ടെങ്കിൽ ഞാൻ എന്താ തുറന്നു പറഞ്ഞാൽ, എനിക്ക് ആരോട് വേണമെങ്കിൽ തുറന്നു പറഞ്ഞാൽ, ഇത് കുറെ പേര് അങ്ങോട്ട് മൂടി വെക്കും. ഞാൻ വീക്കാണ്, ഞാൻ എല്ലാം തെളിഞ്ഞവനാണ് എന്നും പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. എൻ്റെ എവിടേക്കാണ് മിസ്റ്റേക്ക് എന്ന് എനിക്ക് തിരുത്തിയിട്ട് മുന്നോട്ട് പോവാനേ കഴിയില്ല. എനിക്ക് പരാജയങ്ങളുണ്ട്, തുറന്നു പറയണം. ബാബു പറയുന്നുണ്ട്, ഇത് ടോണിക്ക് കൊടുപ്പിക്കുന്ന പരിപാടിയാണ്. ഈ ടോണിക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കെ, ആത്മീയ ടോണിക്ക് കുടിച്ചുകൊണ്ടേയിരിക്കെ, ആയുർവേദ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അസുഖം മൂർച്ഛിക്കും, എന്നിട്ടില്ലാതെ. അതേപോലെ ഇതിൽ പറയുന്നുണ്ട്, ഒരു പാട് പോലും അവശേഷിക്കാത്ത വിധത്തിലുള്ള പ്രകൃതി ചികിത്സയാണ് നിങ്ങളെ ചെയ്യിക്കുന്നത്. കണ്ടോ, അതിൽ ബാക്കി ഏത് ചികിത്സാ രീതി വഴി ചികിത്സിച്ചാലും എന്തെങ്കിലും പാടൊക്കെ ചെറുതായിട്ട് അവശേഷിക്കും. ഇപ്പൊ ആയുർവേദം നോക്കുകയാണെങ്കിലും നമ്മൾ കുറെ കാലം ആയുർവേദ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പാടവിടെ അവശേഷിക്കും. പക്ഷെ പ്രകൃതി ചികിത്സിച്ചു കഴിഞ്ഞാൽ രോഗത്തിന്റെ പാട് പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ ചികിത്സ, ഏറ്റവും ടോപ്പ് ചികിത്സ പറഞ്ഞാൽ പ്രകൃതി ചികിത്സയാണ്. അതുപോലത്തെ ചികിത്സയാണ് ബാബ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ പരാജയമുണ്ട്, എനിക്ക് പരാജയം ഉണ്ടല്ലോ, നല്ല പരാജയം. എന്നിട്ടും ഞാൻ യൂട്യൂബില് ഈ ഒരു
വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവസാനം വരെ പരാജയപ്പെട്ടാലും ഞാനിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ബാബയോട് തുറന്നു പറയും, ബാബ എനിക്ക് ഇന്ന തെറ്റുകൾ പറ്റുന്നുണ്ട്. ഇനി എനിക്ക് പറ്റുന്ന തെറ്റുകൾ വേറെ ആരെങ്കിലും കണ്ടു എന്ന് തന്നെ വയ്ക്കും. VKS എന്നെ കണ്ടു എന്ന് വയ്ക്കും. അവരെന്നെ ഉപദേശിക്കാൻ വരുമ്പോൾ ഞാൻ പറയും എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റാണ്, ഞാൻ തുറന്നു പറയും. പിന്നെ ഇതിലെല്ലാം ഏറ്റവും പ്രധാനം, നമ്മൾ മറ്റൊരാളുടെ തെറ്റ് കാണുന്നതിലൂടെ അവരുടെ തെറ്റ് നമ്മളിലേക്ക് പകരും. അതിനേക്കാൾ ബെറ്റർ നിങ്ങൾ നിങ്ങളുടെ തെറ്റ് കണ്ടുപിടിക്കൂ, ക്ലിയർ ആക്കൂ, ഭാവിയോട് തുറന്നു പറയും. എനിക്ക് നല്ലോണം തെറ്റ് പറ്റുന്നുണ്ട്. പിന്നെ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ, തെറ്റ് പറ്റാനുള്ള കാരണങ്ങളിൽ ഒരു വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് തിരിക്കുന്നത്. അതിന്നൊരു മാറ്റം വേണം. കാലാകാലം തെറ്റുപറ്റിക്കൊണ്ടേയിരിക്കുക അതല്ല, അതിനു വേണ്ടിയിട്ടല്ല. പറ്റുന്ന തെറ്റുകൾ ബാബ തുറന്നു പറയുക, ബാബയോട് തുറന്നു പറഞ്ഞിട്ട് ഈ തെറ്റുകളെ മുഴുവൻ ബാബയ്ക്ക് കൊടുത്തിട്ട് ബാബയിൽ നിന്നും ഗുണങ്ങളെടുത്ത് ഇതിനെ ക്ലിയർ ചെയ്യാൻ നോക്കണം. ഇതാണ് എനിക്ക് തെറ്റ് പറ്റി, ഞാൻ എൻ്റെ തെറ്റുകൾ മൊത്തം ഷോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എനിക്ക് യോഗത്തിൽ അനവധി തെറ്റുകൾ പറ്റുന്നുണ്ട്, ജ്ഞാനത്തിൽ എനിക്ക് അനവധി തെറ്റുകൾ പറ്റുന്നുണ്ട്, സേവനത്തിൽ എനിക്ക് അനവധി തെറ്റുകൾ പറ്റുന്നുണ്ട്. അപ്പൊ നാളെ മറ്റന്നാളോ ബാബ വിളിച്ച് എൻ്റെ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാബ ഇങ്ങനെ പ്രഖ്യാപിക്കണം, ഇവനാണ് ആ 9 ലക്ഷത്തിലുള്ള ഒരാൾ കേട്ടോ, അങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പൊ ബാക്കി 33 കോടിയിലുള്ളവർ ചിന്തിക്കും, ലെവൻ എന്തോ ചെയ്തു, ലെവൻ എന്തൊരു ചെയ്തിട്ട് 9 ലക്ഷത്തിൽ പോയി, ഞങ്ങൾ എന്തൊരു ചെയ്തിട്ട് 33 കോടിന്റെ അവസാനത്തിലേക്ക് പോയി. 33 കോടിന്റെ അവസാനത്തിലുള്ളവരും ഇത് ഫോളോ അപ്പ് ചെയ്യുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ വീഡിയോ എന്നല്ല, പൊതുവെ ചില കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുള്ളൂ. അപ്പൊ അതെന്തര് എന്ന് ചിന്തിക്കണമെങ്കിൽ അതിന് ഒരു തെളിവ് വേണ്ടേ? ബ്രഹ്മബാബ അന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ബ്രഹ്മബാബയിൽ ശിവബാബ വരുന്നുണ്ടായിരുന്നു. അപ്പൊ കൃത്യമായിട്ട് ഗൈഡൻസ് അവിടെ ഉണ്ട്. നമുക്കതില്ല. അത് മാത്രല്ല, ഇപ്പൊ നമുക്കിത് കിട്ടുന്നത് തന്നെ കൈമാറി വന്നിട്ടാണ് കിട്ടിയത്. നേരിട്ട് ശിവബാബ തന്നതല്ല. എന്നാൽ അതിൻ്റെ ആ നേരിട്ട് കിട്ടി തന്നിരുന്നതിൻ്റെ ആ ഒരു അമൃത്, നേരിട്ട് അമൃത് കുടിക്കുന്നതും അമൃതിൽ വെള്ളം ചേർത്ത് കുടിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പൊ എന്താണ് അമൃത് എന്നത് മനസ്സിലാക്കണമെങ്കിൽ ഈ വെള്ളം പതുക്കെ ഒഴിവാക്കണം, തിളപ്പിക്കണം. അതല്ലേ യോഗം. നമുക്ക് കിട്ടിയ സാധനം എന്താ? വെള്ളം ചേർത്തതാണ്. വെള്ളം ചേർത്ത് വന്ന സാധനമാണ് ഈ ജന്മത്തിൽ എനിക്ക് കിട്ടിയത്. അല്ല കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് എങ്ങനെ കിട്ടിയിരുന്നോ എന്ന് എനിക്കറിയില്ല. ഞാനത് അവർക്ക് വേറുള്ളവർക്ക് എങ്ങനെയെങ്കിലും കൊടുത്തിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇപ്പൊ കിട്ടിയ സംഭവം, എൻ്റെ കയ്യിലുള്ള സംഭവം വെള്ളം ചേർത്താണ്. ഇനി അതിനെ തിളപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തിളപ്പിച്ച് എന്താന്ന് വെച്ചാൽ കുറെ ആവിയായി പോയി ലാസ്റ്റ് അതിൽ കണ്ടന്റ് ഉണ്ടാവും. ആ കണ്ടന്റ് അതാണ് യോഗം. ഈ സംഭവം യോഗം ചെയ്ത് എൻ്റെ ഉള്ളിലെ തെറ്റ് എനിക്ക് അറിയാം, എന്താണ് എൻ്റെ തെറ്റ്. ആ തെറ്റിനെ തിരുത്താനും ഉള്ളൊരു മഹാമന്ത്രം എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. അത് വെച്ച് ഞാൻ എന്നെ ക്ലിയർ ആക്കും. അങ്ങനെ ഞാൻ ചിലപ്പോൾ 9 ലക്ഷത്തിൽ വന്നാലും, അപ്പൊ 33 കോടിയിൽ അവസാനത്തിൽ വരുന്നവരാണെങ്കിലും ശരി, 39 ലക്ഷം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ വരുന്നതാണെങ്കിലും ശരി, ഞാൻ 9 ലക്ഷത്തിൽ ഫസ്റ്റിൽ വരുന്ന ഉറപ്പൊന്നുമില്ല കേട്ടോ. എന്നാൽ പോലും ഓരോരുത്തർക്കും ഓരോ നമ്പർ ഉണ്ടല്ലോ. ആ നമ്പറിൽ ഏതിലെങ്കിലും വരട്ടെ. ജയിച്ചാല് ചെറിയൊരു ജയമല്ല, വലിയൊരു ജയമാണെന്ന് വെക്കും. 33 കോടിയിൽ ബാക്കിയുള്ളവരുടെക്കോളം കുറെ കൂടെ വലിയൊരു ജയം ഞാൻ ജയിച്ചാല്, ഇവൻ എന്തൊരു ചെയ്തിട്ടാണ് ജയിച്ചത്, ഇവൻ എന്തുകൊണ്ടാണ് ജയിച്ചത് എന്നത് കുറെ കുട്ടികൾക്ക് അറിയണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ എൻ്റെ കുറെ കാര്യങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അല്ലാതെ ഫുള്ള് ബാബ, യോഗം, മധുരമായ കുട്ടികളെ, ധാരണ, വരദാനം, ഈ വക പരിപാടികൾ മൊത്തം അതിൽ കിട്ടണമെന്നില്ല. ഞാൻ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എനിക്ക്
ലഭിച്ച ഗുണങ്ങളാണെങ്കിലും ശരി, ഇനി അതിലൂടെ വെച്ച ദോഷങ്ങളാണെങ്കിലും ശരി, എന്തൊക്കെയാണെങ്കിലും ഒക്കെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ്. 63 ജന്മം ഒക്കെ 63 ജന്മത്തിന്റെ. ഇപ്പൊ ഒരു 50 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ, അവർ ഏതെങ്കിലും വകുപ്പിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര പേര് BKs ആണ്, എത്ര പേര് നോൺ BKs ആണ്, എത്ര പേർക്ക് ജ്ഞാനം കിട്ടിയവരുണ്ട്, എത്ര പേർക്ക് ജ്ഞാനം കിട്ടിയിട്ടില്ല, ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ആരൊക്കെ കണ്ടു, അതില് ചിലപ്പോ ഒരു 10 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഈ 10 പേര് ഷെയർ ചെയ്താല് 10 പേരിൽ നിന്നത് 50 പേരായി കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പൊ ആ തെറ്റുകൾ, എനിക്ക് പറ്റിയ തെറ്റുകൾ ഞാൻ തന്നെ തിരുത്തണം. നിങ്ങൾ ആര് പറഞ്ഞു തന്നിട്ട് ഒരു കാര്യമില്ല. ബാബ തുറന്നു പറയാ, ബാബയോട് തുറന്നു പറയാ. ആ ബാബ എനിക്ക് അതിനുള്ള കാര്യങ്ങൾ കാണിച്ചു തരും. പക്ഷെ എനിക്ക് പറ്റിയ തെറ്റുകൾ, ഇതുപോലെ ചെറിയ ചെറിയ തെറ്റുകൾ ബാക്കിയുള്ളവർക്കും പറ്റുന്നുണ്ടോ, അതിനുള്ള ഒരൊറ്റ ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ, ബാബ തുറന്നു പറയാം. എനിക്കിതിനേക്കാളും വലിയ വലിയ തെറ്റുകൾ പറ്റിയിരുന്നിട്ടാ. പക്ഷെ അതിന്നൊക്കെ ഇപ്പൊ വലിയ മുക്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിനേക്കാളും ഭയങ്കരമായ തെറ്റുകളായിരുന്നു ബാബയെ കിട്ടി. ഫസ്റ്റിലൊക്കെ കുറച്ച് യോഗം ചെയ്യും, പിന്നെ കലിയുഗത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. അപ്പൊ നടന്ന തെറ്റുകളൊന്നും പറയണ്ട, തുറന്നു പറയാൻ പറ്റൂല. കാരണം മോശമാണ്, എല്ലാത്തിലും മോശമാണ്. അങ്ങനെ ലെവലിലേക്ക് പോയ എന്നെ പിടിച്ചിട്ട് ബാബ വീണ്ടും കൊണ്ടുവന്നു. അങ്ങനെ അവസാനം ഈ പറഞ്ഞ പോലെ ഇതൊരു പാർട്ട് ഇങ്ങനെ ബാബയുടെ കാര്യങ്ങളിലൂടെ വീണ്ടും ഞാൻ ബാബയോട് എപ്പോഴും നന്ദി തന്നെ പറയും. കാരണം ഇങ്ങനെ ഒരു പാർട്ട് കിട്ടിയിട്ട് ഇനിയിപ്പോ അവസാനത്തിലേക്ക് പോയിക്കോട്ടെ, ഈ ശരീരം വിട്ടിട്ട് അവസാനത്തിലേക്ക് പോയില്ല, എനിക്ക് ഇങ്ങനെ ഒരു പാർട്ട് വന്നല്ലോ. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ബാബയോട് നന്ദി പറയും. ഭക്ഷണം കഴിക്കുമ്പോ നന്ദി പറയും, ഇനിയിപ്പോ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ നന്ദി പറയും. ഇത് കൽപ്പകൽപ്പത്തിന് ഞാൻ ചെയ്തു പോകണം. ഇപ്പൊ ഒരു ആളുമായിട്ട് ചിലപ്പോ ഒരു നെഗറ്റീവ് ചിന്ത വന്നാല് അപ്പോഴും ഞാൻ നന്ദി പറയും. ഇതിപ്പോ എന്തോ ഒരു കണക്ക് ഭയങ്കരാണ്, ചിന്തകൾ ഭയങ്കരാണ്. ഈ ചിന്തകളെ കൺട്രോൾ ചെയ്യലാണ് ഏറ്റവും പ്രയാസം. നല്ല യോഗമൊക്കെ ചെയ്ത് നല്ല പവർഫുൾ ആയിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ഏത് വ്യക്തിക്ക് ഏത് രീതിയിലാണോ കാണാൻ പാടില്ലാത്ത, ചിലപ്പോ അങ്ങനത്തെ ഒരു കാഴ്ചയായിരിക്കാം, ചിലപ്പോ കേൾക്കാൻ പാടില്ലാത്ത അങ്ങനത്തെ ഒരു കേൾവിയായിരിക്കാം, ചിലപ്പോ മണക്കാൻ പാടില്ലാത്ത അങ്ങനത്തെ ഒരു മണമായിരിക്കാം. കിട്ടിക്കഴിഞ്ഞാല്, ഇനിയിപ്പോ സ്പർശം കിട്ടിക്കഴിഞ്ഞാല് ചിന്ത അപ്പം മാറി. ഒന്നുകിൽ പുറത്തുനിന്നായിരിക്കാം, അല്ലെങ്കിൽ അകത്തുനിന്നായിരിക്കാം. ഒന്നുകിൽ വീട്ടിന്റെ അകത്തുനിന്നായിരിക്കാം, ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവിടെ നിന്നായിരിക്കാം. ഇനി അതല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരില്ലാത്തവരാണെങ്കിൽ പുറത്തുനിന്നായിരിക്കാം. ഇനി ഇതൊക്കെ ഉള്ളവരാണ്, എല്ലാം കൊണ്ടും നല്ല കുടുംബമാണ്, നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോ അകത്തുനിന്നോ പുറത്തുനിന്നോ എവിടുന്ന് വേണമെങ്കിലും സംഭവിക്കാം. എന്ത് തെറ്റും ചിന്തകളുടെ പ്രഭാവം. കാമക്രോധ മോഹലോഭ അഹങ്കാരം 5 ഇനി അതിന്റെ കുട്ടികളും വേരക്കുട്ടികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ട് അത് കുറച്ച് കൂടുതലാണല്ലോ. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചിന്ത, എല്ലാവർക്കും ഒരുപോലെ തന്നെ ചിന്ത വന്നോളണമെന്നില്ല. പലർക്കും പല രീതിയിലായിരിക്കും. ബ്രഹ്മാവിന്റെ സമയം എന്ന് പറഞ്ഞാല് മുത്തശ്ശന്റെ ഒരു സമയമാണ്. ആ സമയത്ത് വരുന്ന ചിന്ത വേറെ. മമ്മ എന്ന് പറഞ്ഞാല് കുട്ടിക്കാലുള്ള സമയമാണ്. ആ സമയത്ത് വരുന്ന ചിന്ത വേറെ. ഈ 2 ചിന്തകളെയും കൺട്രോൾ ചെയ്ത് അവര് ജയിച്ചു. അതുപോലെ തന്നെ ഇത്രയേ ഉള്ളൂ. ബാബ ശരിക്കും ഉദാഹരണം കാണിച്ചു തന്ന 2 മഹത്തായ വ്യക്തികളെയാണ്. അത് ഒന്ന് ചെറുപ്പം, ഒന്ന് വാർദ്ധക്യം. ഈ 2 പേരും 10-15 വർഷം, 15 20-30 വർഷം നിരന്തരമായ അഭ്യാസത്തിന്റെ ആധാരത്തിൽ ഈ ഒരു കൂട്ടുകെട്ടിൽ ഇരുന്നു കൊണ്ട് ജയിച്ചു കാണിച്ചു. കൂട്ടുകെട്ടിൽ എന്താ ടക്കറിങ്, എത്രയാ ടക്കറിങ് ഉണ്ടായിരുന്നത്? കൂട്ടുകെട്ടിലാണ് ഏറ്റവും കൂടുതൽ ടക്കറിങ്. പക്ഷെ പുറം ലോകത്ത് അതിനേക്കാൾ അപ്പുറം ചിന്തകൾ. പക്ഷെ ഉൾവലിയലാണ്, അവനവന്റെ ഉള്ളിലേക്ക് വലിക്കുക. എല്ലാവരും ഒറ്റയ്ക്ക് വന്നിട്ടുള്ളൂ, എല്ലാവർക്കും ഒറ്റയ്ക്ക് തന്നെ പോകണം. ഒറ്റയ്ക്കാ വന്നത്, ഒറ്റയ്ക്ക് തന്നെ പോകണം. അതെപ്പോഴും പറയും, നിങ്ങൾ ഒറ്റയ്ക്കാ വന്നത്, ഒറ്റയ്ക്ക് തന്നെ പോകണം. അതെങ്ങനെ പോകണം? പറന്ന് തന്നെ പോകണം. എങ്ങനെ പറന്നു പോകണം? ബന്ധനമുക്തായിട്ട് പറന്നു പോകണം. അപ്പൊ എവിടൊക്കെയാണ് ബന്ധനം?
എൻ്റെ ചിന്തകൾ എവിടൊക്കെയാണ് ബന്ധിപ്പിച്ച് കിടക്കുന്നത്, അതിൽ നിന്നും മുക്തമാണ്. ചില ആളുകൾക്ക് വർഷങ്ങളായിട്ട് കാര്യപ്പെട്ട സാമ്പത്തികമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ ബാബയെ കിട്ടി, യോഗം ചെയ്തു, സാമ്പത്തികമൊക്കെ വന്നു, ചിലപ്പോൾ ഒരു ജോലി കിട്ടിയിട്ടുണ്ടാവും. ബന്ധനാണത്. ജോലി കിട്ടുന്നത് ബന്ധനാന്നല്ല, ആ ജോലിയുടെ ആധാരത്തിൽ മാത്രം കർമ്മം ചെയ്യുമ്പോൾ അത് ബന്ധനായി. ഒരു നേരം ബാബയെ ഓർമ്മിക്കാനും യോഗം ചെയ്ത് പാസ്സാവാനും ഗവൺമെന്റ് ജോലിയുടെ ആവശ്യമില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഗവൺമെന്റ് ജോലിക്കുള്ള ഹൈ ലെവലിലുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റ് പ്രകാരം. ഒന്ന്, റെയിൽവേയിൽ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു 2 എക്സാം എഴുതി. 2 എക്സാം എഴുതി, രണ്ടിലും പൊട്ടിയിട്ടോ, ഫസ്റ്റിലേ പൊട്ടി. അപ്പൊ അത് വളരെ സിമ്പിൾ എക്സാമാണ്, വളരെ സിമ്പിൾ എക്സാമാണ്. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കൊല്ലം കഠിനമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും. അന്നത്തെ കാലത്ത് 2 കൊല്ലം കഠിനമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുമായിരുന്ന ഒരു സംഭവം. അത്ര മാക്സിമം. അന്ന് സത്യം പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറവ് തന്നെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷിന്റെ കുറച്ച് കാര്യങ്ങൾ, മാത്സിന്റെ കുറച്ച് കാര്യങ്ങൾ, ഫിസിക്സിലെ കുറച്ച് കാര്യങ്ങൾ, സയൻസിലെ കുറച്ച് കാര്യങ്ങൾ, സോഷ്യൽ സ്റ്റഡീസ്, പിന്നെ അതേമാതിരി കറണ്ട് അഫയേഴ്സ്. ഇത്ര കാര്യങ്ങൾ മാത്രമേ അവരുടെ ഫസ്റ്റ് എക്സാമിൽ ചോദിക്കുന്നുള്ളൂ. ഇത്ര അട്ടിക്കുള്ള 350 രൂപയുടെ ബുക്കോ മറ്റോ മേടിച്ച് വെച്ചു. പക്ഷെ ഞാൻ പഠിച്ചില്ല. അവിടെ പഠിക്കാതിരുന്നതിന്റെ കാരണം ഈ ഒരു കാരണത്തിലൂടെ തന്നെയാണ്. കാരണം എനിക്ക് ക്ലാസ് എടുത്തു തന്ന വ്യക്തിയുടെ ഒരു ചോദ്യമായിരുന്നു, ഇവിടെ നമ്മൾ എന്തെങ്കിലും നേടിയ അത് എത്ര സമയത്തേക്ക്? ആ ഒരു ജന്മം അതോടുകൂടി കഴിഞ്ഞു. ആ ഒരു ജന്മത്തിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോഴേ തീർന്നു. പക്ഷെ പെൻഷനൊക്കെ ഉള്ള ജോലിയോ അല്ലെങ്കിൽ സെക്യൂർഡ് ആയിട്ടുള്ള ജോലിയൊക്കെ കിട്ടും. പക്ഷെ അതിൽ ലോക്കാവല്ലേ എന്നുള്ള ലെവലിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ. പിന്നീട് ഞാൻ അതിനെ ഒന്നുകൂടെ ഉൾട്ടാ രീതിയിൽ ചിന്തിച്ചു. ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയോണ്ട് എൻ്റെ ബാബ ഏറ്റവും ചുരുങ്ങിയ ഒന്നുകിൽ ബാബ അല്ലെങ്കിൽ നല്ലൊരു ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാമായിരുന്നില്ല. ഞാനിപ്പോഴും നന്ദി പറയും, ബാബ അന്നത്തെ ആ ഒരു ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്നോട് ചോദിച്ചൊരൊറ്റ ചോദ്യമാണ്, നിങ്ങൾ ഡോക്ടർ ആയാൽ ഈ ജന്മം മാത്രമല്ലേ കിട്ടുള്ളൂ? ഒരു ഡോക്ടർ ആവാൻ തന്നെ ചെറിയ പണിയാണോ? നല്ല കഠിനമായ പരിശ്രമം ആവശ്യമുണ്ട്. നല്ലൊരു ഡോക്ടർ ആവുകയാണെങ്കിൽ പിന്നെ വീണ്ടും കഠിനമായ പരിശ്രമം ആവശ്യമാണ്. അത് ഏത് വിധത്തിലുള്ള ഡോക്ടർ ആവുകയാണെങ്കിലും കഠിനമായ പരിശ്രമം ആവശ്യമാണ്. എഞ്ചിനീയർ ആയാലും, വക്കീലായാലും, ജഡ്ജി ആയാലും, ഏത് മേഖലയിലും തിളങ്ങണം എന്നുണ്ടെങ്കിൽ കഠിനമായ പരിശ്രമം ആവശ്യം. അപ്പൊ തന്നെ അതില് ഗുഡ് സർട്ടിഫിക്കറ്റ്, വെരി ഗുഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മന്ത്രിയാവും, അല്ലെങ്കിൽ കളക്ടർ ആവും, അതല്ലെങ്കിൽ മറ്റേതാവും. പക്ഷെ അതിപ്പോ എന്താ പറയാ, ഗുഡ് സർട്ടിഫിക്കറ്റ് പോയിട്ട് നേരെ ബാഡ് സർട്ടിഫിക്കറ്റിലേക്ക് വരും. ഇപ്പൊ കണ്ടില്ലേ, ശ്രീരാം വെങ്കട്ടരാമൻ നല്ല ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷെ ആ ഒരു ചെറിയൊരു ഇൻസിഡന്റ്, അതിൽ എത്രത്തോളം എന്താണ് ഏതാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. പത്രമാധ്യമങ്ങളിലൂടെ കണ്ടത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന്റെ കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം. അതുപോലത്തെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്. നല്ല ഹൈ ലെവൽ ഗ്രേഡിലുള്ളവരെ താഴ്ത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാരണമാണ്. അതിപ്പോ എന്താണ് ഏതാണെന്നും നമുക്കറിയില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. നല്ലത് എന്ന് പറഞ്ഞിട്ട് ഹൈ ലെവലിലേക്ക് കയറി പോവാൻ നല്ല പ്രയാസമാണ്. ഏത് മേഖല, ഇവിടെ അങ്ങനെ തന്നെ, BKSലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം നല്ലതായിരുന്നു, കറക്റ്റാണ് എന്ന് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. കുറച്ച് പ്രയാസമാണ്. പല ടക്കറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ചിലരിങ്ങനെ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെയും പ്രയാസങ്ങൾ തന്നെയാണ്. കാരണം അഗ്നി ആളിക്കത്തുമ്പോ അത് കെടുത്താനായിട്ട് ഓരോരുത്തർ വരും, ഓരോ ഭാഗത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. പക്ഷെ അഗ്നിക്ക് വീണ്ടും കത്തണം എന്നുണ്ടെങ്കിൽ അഗ്നി ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് പോകും. സംഹാര താണ്ഡവാണ്.
അഗ്നി ആയി കഴിഞ്ഞാൽ പിന്നെ സംഹാര താണ്ഡവോടെ, അതായത് ചെറിയൊരു തീന്നാണ് നമ്മൾ ഒരു വലിയൊരു വിനാശം സംഭവിക്കുന്നത്. ഒരു എന്താ പറയാ, കാട്ടുതീ വ്യാപിക്കുന്ന പോലും ചെറിയൊരു തീപ്പൊരിയിൽ നിന്നാണ് വരെ. നമുക്ക് കിട്ടിയത് ജ്ഞാനമാണ്, അതിന്റെ ആധാരത്തിൽ കിട്ടിയ യോഗം, അതിന്റെ ഒരു പവറാണ് ഇപ്പൊ ഇരിക്കുന്നത്. എല്ലാവരും ഇത് കേൾക്കുന്നവരായാലും ഇത് മനസ്സിലാക്കുന്നവരുട്ടോ, അല്ല വെറുതെ ഇത് കേട്ട് BK അല്ലാത്തവർക്ക് നോൺ BKസിന് ഇത് കേട്ട ഒന്നും മനസ്സിലാവില്ല. BKസ് കേട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കിട്ടിയിട്ടുള്ളത് അഗ്നിയാണ്, യോഗാഗ്നി. അതിനെ തെളിയിക്കണം 5000 വർഷത്തെ ആത്മാവിന്റെ 8 തുടങ്ങി 33 കോടി വരെയുള്ളവരുടെ പവർ. 8 തുടങ്ങി 33 കോടി, ബാക്കിയൊന്നും ഭാവിക്ക് വലിയ വിഷയമില്ല, അത് അവരായിക്കോളും. ഈ 33 കോടിയുടെ ആരാധനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെ ഏതൊക്കെ പോണം. ഞാനിപ്പോ ആ ഉത്സവങ്ങളിലൊക്കെ പോയി കണ്ടു നോക്കുമ്പോ കോരിത്തരിച്ചു പോകും. ഭക്തര് അതിന് എന്താ പറയാ, അത്രയും അതിനു വേണ്ടി കൊടുക്കുന്ന ആ ഒരു ബഹുമാനം എന്തിന്റെ ആധാരത്തില്? ഇപ്പോഴത്തെ ഈ ഒരു പുരുഷാർത്ഥത്തിന്റെ മാത്രം ആധാരത്തിൽ. എങ്ങനെയാണ് ബ്രഹ്മാവ്, എങ്ങനെയാണ് മമ്മ, എന്താണോ ചെയ്തിരുന്നത് അതുപോലെ തന്നെ അഷ്ടരത്നങ്ങൾ 108, 16,108, 9 ലക്ഷം, 33 കോടി. 33 കോടിയിലേക്ക് വരുന്നത് വലിയ പ്രയാസമുള്ള സംഭവമല്ല. അത് ഓൾറെഡി 63 ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ കൂടെ ചെയ്ത ചെറിയ ഭക്തി 9 ലക്ഷത്തിലേക്ക് വരും. 9 ലക്ഷത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നല്ല കടുത്തതാണ്. അതിൽ പിന്നെ 16,108, 108 കത്തി വ്യാപിച്ചാൽ തന്നെ വരുള്ളൂ. അത് വ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു തീയാണ് കിട്ടിയത്, തീപ്പൊരിയാണ് കിട്ടിയത്. അതിനെ വ്യാപിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അവസാനത്തെ ജന്മം. അവിടെ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തോ, എന്തൊക്കെ രീതിയിൽ നമ്മൾ ബാബ പറഞ്ഞ റൂട്ടിൽ മുന്നോട്ട് പോയോ, തെറ്റുകൾ പറ്റും. ബാബയ്ക്ക് നന്നായിട്ട് അറിയാം. ബാബ പറയുന്നുണ്ട് ബ്രാഹ്മണരുടെ മാല കോർക്കാനേ പറ്റൂല. അതൊരു ആശ്വാസമാണ്. കാരണം ഞാൻ തോറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് തോറ്റിട്ടുള്ള ഇനിയും നാളെയോ മറ്റന്നാളോ ചിലപ്പോ തോൽവി, എന്താ പറയാ, ചിലപ്പോ ഒരു ദേഷ്യം പിടിക്കേണ്ട എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ BKയുടെ യോഗമൊക്കെ ചെയ്ത് ക്ലാസ്സൊക്കെ ഇതുപോലെ യൂട്യൂബിലൊക്കെ ചെയ്ത് എന്നിട്ട് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം എന്നൊക്കെ ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും തോൽവി എന്ന് പറയുന്നത് വിജയത്തിന്റെ ചവിട്ടുപടിയാണ്. അങ്ങനെ ഒരു വ്യക്തി കാണണം, ഇയാളിത് ഇങ്ങനെയൊക്കെ BKന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നിട്ട് ആള് ചെയ്യുന്നത് എന്ന് പറഞ്ഞു നടക്കാനായിട്ട് അങ്ങനെ വാച്ച് ചെയ്യണം. ബാക്കിയുള്ളവർ വാച്ച് ചെയ്യണം. ഇവന്റെ പരാജയം എവിടെയൊക്കെയാണ്, ഇവന്റെ പരാജയം എവിടെയൊക്കെയാണെന്ന് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ബാക്കിയുള്ളവർ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകും. ഞാൻ പറയുന്നു ഞാൻ പക്കാ പരാജയം, ഞാൻ ഇനിയും പറയും പക്കാ പരാജയം. പക്ഷെ ഒരു വിജയമുണ്ട് എനിക്ക്. ഒരുപക്ഷെ ഒരു വിജയം ഉണ്ടെങ്കിൽ നല്ല, ഞാൻ അതിനുവേണ്ടി ഞാൻ കഠിനമായി പരിശ്രമിച്ചാൽ എനിക്കൊരു വിജയമുണ്ട്. അതിന് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേണ്ട മേഖല തന്നെ പറയണം. പക്ഷെ കർമ്മം തന്നെ, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല ഈ കർമ്മം ചെയ്യാൻ. അങ്ങനെ വേണമെങ്കിൽ യോഗം ചെയ്യും. ആ ഒരു രീതിയിൽ വിജയിപ്പിക്കാൻ വലിയ പ്രയാസമില്ല. അതായത് തീരെ പുറത്തിറങ്ങണ്ടെന്നല്ല കാര്യങ്ങൾ. ഇപ്പൊ ഒരു പച്ചക്കറിയോ പലചരക്കോ വാങ്ങിക്കാൻ പോവുക, നേരെ വീട്ടിൽ വരിക, എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോവുക, പൈസ വാങ്ങിക്കുക, വേഗം വീട്ടിലേക്ക് വരിക, വളരെ സിമ്പിൾ. പക്ഷെ അതുകൊണ്ട് കാര്യം ഉണ്ടോന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് ഓക്കെയാണ്. ബ്രഹ്മകുമാരീസിൽ പോവുക, ക്ലാസ് കേൾക്കുക, നേരെ വീട്ടിലേക്ക് വരിക, പിന്നെ ജോലിക്ക് പോവുക, അതുപോലെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇതോടെ സത്യയോഗം വരില്ല. സത്യയോഗം വരണമെന്നുണ്ടെങ്കിൽ കഠിനമായി പരിശ്രമിച്ച് ഇറങ്ങി കളിക്കുന്ന വേണം. കലപ്പയും 2 കാളയും തന്നിട്ടുണ്ടെങ്കിൽ കാളയെ
മെതിച്ച് 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 കലപ്പ കൊണ്ട് പാട ഉഴുതാൽ തന്നെ ആ കളിമണ്ണ് കിളിർക്കോളും. അതിലെ കൃത്യമായിട്ട് നെല്ലിന്റെ വിത്തുകൾ നന്നായി കിളിർത്ത് വരുള്ളൂ. അതെടുത്ത് പിന്നെ വേണ്ട രീതിയിൽ പാകിയാൽ തന്നെ അവർക്ക് വേണ്ട വേരോട്ടവും കാര്യങ്ങളും വെള്ളവും കാര്യങ്ങളും. ഈ കളിയിൽ അതായത് സത്യാഗം വരണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഒറ്റയ്ക്കോ ചെയ്തിട്ട് കാര്യമില്ല. ഇതൊരു കൂട്ടമാണ്. ഒരുപാട് പേര് ചെയ്യണം. അത് BKS ബ്രഹ്മകുമാരീസിൻ്റെതായ രീതിയിൽ നടക്കുന്നവർ അങ്ങനെ ചെയ്യണം. ഇനി ഇതിൽ നിന്നും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ട് വേറെ രീതിയിൽ ചെയ്യേണ്ടവർ വേറെ രീതിയിൽ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽ പല വിധത്തിൽ പാഠങ്ങളുണ്ട്. പല അതായത് സാധാരണ ജന്മിമാർക്ക് തന്നെ പല ജന്മിമാരുണ്ടാവുമല്ലോ. അതേപോലെ പല രാജാക്കന്മാരും ഉണ്ടായിരുന്നു. പലരും പല വിധത്തിലുള്ള ഭരണം പല സ്ഥലങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മകുമാരീസിന്റെ ബാബ തന്ന ഈ ജ്ഞാനത്തെ ആരൊക്കെ എവിടൊക്കെ ഏതെല്ലാം രീതിയിൽ ഉപയോഗിച്ച് ലാസ്റ്റ് ഒന്നാകെ ഒരു സ്ഥലത്ത് കുന്നുകൂടും. ക്വാളിറ്റീസ് അതൊരു ഭാഗത്തേക്ക് എത്തും. എങ്ങനെ എത്തും? ഓം ഗ്രീൻ കുട്ടിച്ചാത്ത പറഞ്ഞിട്ട് അത് മാജിക്കായിട്ട് എത്തുമെന്നല്ല ചെയ്യുന്നത്. ഭൂഖണ്ഡങ്ങളിൽ വരാൻ പോണ പ്രയാസങ്ങൾ കാരണം ഓരോരുത്തർക്കും ഓരോന്നായിട്ട് തെളിയും. ദിവ്യബുദ്ധിയിൽ തെളിയും. ഇന്ന പ്രയാസങ്ങളുണ്ടായി, മാറിക്കോ, അടുത്ത സ്ഥലത്തേക്ക് പൊക്കോ. ഞാനിതാ ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഇവിടെ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ചെയ്തു. ഇവിടെ അല്ല, പോണം, നേരെ പോണം. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ അതെങ്ങനെ പോണം? നല്ല രീതിയിൽ പോണം, സമ്പന്നമായിട്ട് പോണം. ആ പോക്കിന്റെ വഴികളിൽ എന്തെല്ലാം ചെയ്തു വെക്കാനുണ്ടോ അതൊക്കെ ചെയ്തു വെച്ചു. ഇപ്പൊ ബ്രഹ്മാവ് പോയില്ലേ, ആദ്യം ഹൈദരാബാദ്, സിന്ധു നിന്ന് നേരെ കറാച്ചിയിൽ നിന്ന് നേരെ മൗണ്ട് ആബു. ഇതുപോലത്തെ യാത്രകൾ നമുക്കും ചെയ്യാം. ആർക്ക് ഹയർ ലെവലിലുള്ള ടീമുകൾ ഒന്നിച്ച് അത് ഒന്നിച്ച് തന്നാൽ ഒറ്റയടിക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോയിട്ട് അങ്ങനെയൊന്നുമല്ല. അങ്ങനെ പോയി അവസാനം സത്യത്തിലേക്ക് എത്തും. സത്യം എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കേ അല്ല, ഒരു മാജിക്കും അല്ല. ഇവിടത്തെ മഹാമോശമായ കലിയുഗി സംസ്കാരത്തെ മാറ്റി സത്യയുഗി സംസ്കാരത്തിലേക്ക് എത്തുമ്പോൾ ഫുൾ നാച്ചുറൽ. സയൻസ് നാച്ചുറൽ. ഇപ്പൊ ക്വാണ്ടം തിയറി, ക്വാണ്ടം എന്താ പറയുക, കമ്പ്യൂട്ടിങ്, അത് ഇത്, പിന്നെ AI ടെക്നോളജി, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും വന്നു. ഇതൊക്കെ എന്താ വെച്ചാൽ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തരും. അത്രേ ഉള്ളൂ. അവിടെ മനുഷ്യന്മാർ, അവിടെ കമ്പ്യൂട്ടറിന്റെ ആവശ്യമുണ്ടോന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ അവിടെ എന്തൊക്കെയാണോ ബാബ സിസ്റ്റങ്ങൾ വെച്ചിട്ടുണ്ട് വെച്ചാൽ അതൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അവിടെ എന്തുണ്ട്? പുഷ്പവിമാനമുണ്ട്. സങ്കല്പിച്ചാൽ കാര്യങ്ങൾ നടക്കും. ആര് സങ്കല്പിച്ചാൽ? ലക്ഷ്മി നാരായണൻ സങ്കല്പിക്കുകയാണ് ആ രാജ്യത്ത് മഴ വരട്ടെ, അല്ലെങ്കിൽ ചൂട് പോട്ടെ, AC ഓണാവട്ടെ. അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരില്ല അവിടെ. കാരണം അവിടെ നാച്ചുറലാണ്. ബാക്കിയെല്ലാം പ്രകൃതി ഫുൾ നാച്ചുറൽ. വെളിച്ചത്തിൻ്റെതായ വിധത്തിൽ രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണം ഫുൾ പ്യുവറാണ്. അപ്പൊ ലക്ഷ്മി നാരായണന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്തൊക്കെ ഒന്ന് സെറ്റായിട്ട് കഴിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ രാഷ്ട്രപതി ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഭക്ഷണം എടുത്ത് നായ്ക്ക് കൊടുത്ത് എന്നിട്ട് അത് ചെക്ക് ചെയ്ത് ഇത്ര സമയം കഴിഞ്ഞിട്ട് രാഷ്ട്രപതിക്ക് ഭക്ഷണം കൊടുക്കുള്ളൂ. അങ്ങനെയൊന്നും ലക്ഷ്മി നാരായണന്റെ അവിടെ ഇല്ല. അവിടെ ഫുൾ പ്യുവറാണ്. അവിടെ ആരും വിശ്വാസക്കുറവോ അല്ലെങ്കിൽ വേറൊരു കാര്യമോ യുദ്ധമോ അസുഖമോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സ്ഥലം, അത്രയും പെർഫെക്റ്റ് ആയ ഒരു ഭൂമിയിലെ ഒരു ഇടം. ആ ഇടത്തിലേക്കാണ് ഈ 9 ലക്ഷം പേരും ബാബ കൂട്ടിക്കൊണ്ട്. അപ്പൊ റെഡിയല്ലേ? നമുക്ക് പോവാം. ട്രിപ്പിൾ ഓം ശാന്തി.